ഹായ് ഫ്രണ്ട്സ്, ഞാനൊരു കമൻറ്റ് ചോദിച്ചിരുന്നൊരു ക്വസ്റ്റ്യനാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് നോക്കാം. 360 ഹരിക്കണം 7 നോക്കാം. ആദ്യം നമ്മൾ 7ൻ്റെ ടേബിൾ ചൊല്ലിയിട്ട് 3-ൽ 7 ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ 3-ൽ 7 ഇല്ലല്ലോ, നമുക്കറിയാം 3 ചെറിയ നമ്പറാണല്ലോ. അപ്പോൾ അടുത്തത് ഏതെടുക്കുക? 36 നോക്കാം. 36-ൽ എത്ര 7 ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ നോക്കാം, 5 7 എത്രയാണ്? 35 അല്ലേ? 5 7 35. അപ്പോൾ 36ൻ്റെ ഉള്ളിലുള്ള നമ്പറാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എത്ര വരും? 36ൻ്റെ കൂടുതലാവാൻ പാടില്ല, അതിൻ്റെ ഉള്ളിൽ വരുന്ന നമ്പറാണ് നോക്കുന്നത്. അപ്പോൾ 7 35. അപ്പോൾ നമുക്ക് മേലെ എന്ത് ചെയ്താം? 5 എന്ന് എഴുതാം. എന്നിട്ട് അതിന് ശേഷം ഇത് രണ്ടും കൂടെ ഗുണിക്കാം. 7 5 കൂടെ ഗുണിക്കുമ്പോൾ 7 5 35. അതതിൻ്റെ ചോട്ടിൽ എഴുതി. എന്നിട്ട് എന്ത് ചെയ്യുക? നെക്സ്റ്റ് എന്ത് ചെയ്യുക? കുറയ്ക്കാം. 2 നമ്പർ അടുത്ത് വരുമ്പോൾ കുറയ്ക്കാം. 36-ന്ന് 35 പോയാൽ 1. അതിന് ശേഷം ഈ 0 താഴത്തേക്ക് ഇറക്കിയിട്ടു. അപ്പോൾ 1-ൻ്റെ ഇപ്പുറത്ത് 0 കൂടെ വരുമ്പോൾ 10 ആയില്ലേ? ഇനി 10-ൽ എത്ര 7 ഉണ്ട് നോക്കുക. 10-ൽ എത്ര 7 ഉണ്ട് നമുക്കറിയാം, ഒരു 7 ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഈ 1-ഉം 7-ഉം പാടെ ഗുണിക്കുക. ഒരു 7 7-ന്ന് 10-ൻ്റെ ചോട്ടിൽ എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യുക? കുറയ്ക്കുക. 2 നമ്പർ വരുമ്പോൾ കുറയ്ക്കുക. 10-ന്ന് 7 പോകുമ്പോൾ ബാലൻസ് 3. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ 3-ൽ നിർത്താം. അല്ലെങ്കിൽ ഇനി പോയിൻ്റ് വരെ കണ്ടുപിടിക്കാനാണെങ്കിൽ നോക്കുക. ഇനി 3 കഴിഞ്ഞ് നമുക്ക് ഇറക്കിയിടാൻ നമ്പർ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ എന്ത് ചെയ്യുക? ഒരു 0 നമ്മളിതിൻ്റെ തൊട്ടപ്പുറത്ത് ഇട്ട് കൊടുത്തു. ഇത് 30 മാറിയില്ലേ? എന്നിട്ട് എന്ത് ചെയ്യുക? ആ 0 ഇട്ടാൽ തന്നെ അപ്പോൾ തന്നെ 51-ൻ്റെ തൊട്ട് അപ്പുറത്തായിട്ട് എന്തിട്ട് കൊടുക്കുക? ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് ചെയ്യുക. ഇനി 7-ൻ്റെ ടേബിൾ ചൊല്ലി നോക്കുക. 7-ൻ്റെ ടേബിൾ ചൊല്ലി നിൽക്കുക. അപ്പോൾ എന്ത് വരും? 4 എന്ന് വരും. അപ്പോൾ നമുക്കറിയാം 4 7 28 അല്ലേ? അപ്പോൾ 4 7 28. നെക്സ്റ്റ് ഇതുപോലെ തന്നെ ഗുണിക്കുക. 4-ഉം 7-ഉം കൂടെ ഗുണിക്കുക. ആൻസർ ഇവിടെ എഴുതാം. അപ്പോൾ എന്ത് വരും? 28 എന്ന് വരും. എന്നിട്ട് പിന്നെ കുറയ്ക്കുമ്പോൾ 2 കിട്ടും. ഇനി നോക്കുക, നമ്മൾ പോയിൻ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഓരോ തവണയും ഓരോ 0 വീതം ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ അടുത്തതും ഒരു 0 ഇട്ടു. എന്നിട്ട് 7-ൻ്റെ ടേബിൾ ചൊല്ലി നിൽക്കുക. 7 14. അപ്പോൾ 2 എന്ന് വരും. ഇവിടെ നെക്സ്റ്റ് താഴെ 4 ഇട്ട് കൊടുക്കുക. പിന്നെയും കുറയ്ക്കുക. അപ്പോൾ 6 വരും. പിന്നെ ഒരു 0 ഇട്ട് കൊടുക്കാൻ പറ്റും. നമ്മൾ 0 ഇട്ട് കൊടുത്തു. ഇനി അടുത്തത് എന്ത് വരും? 8 7 എത്രയാണ്? 56 എന്ന് വരും. അത് കുറയ്ക്കുക. 4. അപ്പോൾ ഇത് നോക്ക്, ഇങ്ങനെ നീണ്ട് പോവാണ്. തുടർന്ന് ഓരോ നമ്പർ വരികയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് പോയിൻ്റ് കഴിഞ്ഞ് ഒരു 2 സ്ഥാനമൊക്കെ വരുമ്പോൾ ഇത് നിർത്താം. അപ്പോൾ ഇത്രയും വന്നപ്പോൾ നമുക്ക് ഇനി ഇങ്ങനെ ചെയ്ത് പോകേണ്ട, അവിടെ നിർത്താം. അപ്പോൾ നമുക്ക് ആൻസറായിട്ട് എന്തെടുക്കാൻ പറ്റും? 51.428 ഇങ്ങനെ തുടർന്ന് പോവുകയാണല്ലോ. അപ്പോൾ നമുക്കിതിനെ റൗണ്ട് ചെയ്ത് എഴുതുന്ന സമയത്ത് 51. നോക്ക്, നമുക്ക് 2 സ്ഥാനത്തിൽ നിർത്തണം. 2 നമ്പർ മതി. അപ്പോൾ നമ്മൾ നോക്കുക, 2-ൽ ഇവിടെ നിർത്തണം എന്നുണ്ടെങ്കിൽ 2 കഴിഞ്ഞിട്ടുള്ള നമ്പർ നോക്കുക. ഏതാണ് ഈ നമ്പർ? 8. 8 5-നേക്കാളും കൂടുതലാണോ കുറവാണോ? അപ്പോൾ കൂടുതലാണല്ലോ. 5-നേക്കാളും ഈ 2-ന് ശേഷമുള്ള നമ്പർ 5-നേക്കാളും കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യുക? നമ്മൾ ഈ 4-ന്ന് ഇങ്ങനെ എഴുതുക. എന്നിട്ട് നോക്കുക, 2 നമ്പറിൽ നിർത്തണം എന്നുണ്ടെങ്കിൽ 2 കഴിഞ്ഞിട്ടുള്ള തൊട്ടപ്പുറത്ത് 3-മത്തെ നമ്പർ എന്താ നോക്കുക. അത് 5-നേക്കാളും കൂടുതലാണെങ്കിൽ ഈ 2-ൻ്റെ കൂടെ എന്ത് ചെയ്യുക? 1 കൂട്ടുക. അല്ല കുറവാണെങ്കിൽ ഈ നമ്പർ എന്താണോ അതന്നെ എഴുതുക. ഓക്കെ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? 1 കൂട്ടുന്ന സമയത്ത് ഇവിടെ എന്ത് വരും? 2-ൻ്റെ കൂടെ 1 കൂട്ടുമ്പോൾ 3. മനസ്സിലായി? ഇതിൻ്റെ ആൻസർ ഇതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ 51.422 ആണെന്ന് വെച്ചോ. അപ്പോൾ നമുക്ക് 2 സ്ഥാനത്തിൽ നിർത്തണം. അപ്പോൾ എന്ത് ചെയ്യണം? 51.4. അപ്പോൾ നോക്കുക, 2 കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് നമ്പർ നോക്കുക. അത് ഏതാണ്? 5-നേക്കാളും 2 അല്ലേ? 5-നേക്കാളും കുറഞ്ഞ നമ്പറാണ് അല്ലേ 2. അപ്പോൾ എന്ത് ചെയ്യുക? ഇവിടെ നമുക്ക് കൂട്ടേണ്ട ആവശ്യമില്ല, 1 കൂട്ടാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ 4 2 ഇതായിരിക്കും നമ്മുടെ ആൻസർ വരിക. അപ്പോൾ ഇവിടെ ഇത് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇവിടുത്തെ ആൻസർ എന്ത് വരും? 51.43 എന്ന് വരും.